CJPയുടെ ഡൽഹി പ്രൊട്ടസ്റ്റ് അത് ഇന്ത്യ മുഴുവനും വൈഡ് സ്പ്രെഡായി. അത് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ദിവസം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പല മീഡിയകളും, അതായത് നാഷണൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു പ്രോ മോദി മീഡിയ എന്ന് പറഞ്ഞ പത്രങ്ങൾ അവർ പെട്ടെന്ന് അവരുടെ സ്റ്റാൻഡ് മാറ്റി. പ്രൊട്ടസ്റ്റ് കണ്ട് ഭയന്നിട്ടാണ്. കാരണം ഈ പറയുന്ന മോദി മീഡിയയ്ക്ക് ശരിക്കും അടികിട്ടി. അതായത് അവർ തന്നെ തീരുമാനിച്ചു സ്റ്റാൻഡ് മാറ്റേണ്ട സമയമായി. ഇതാണ് പ്രൊട്ടസ്റ്റിൻ്റെ ഏറ്റവും വലിയ മീഡിയയ്ക്ക് കിട്ടിയ സെറ്റ്ബാക്ക്. രണ്ടാമത്തെ, ഞാൻ ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത എല്ലാവരോടും എൻ്റെ തലമുറയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അവർ ചെയ്തു. അതിൽ ഒരു കാരണവശാലും അതിൽ എത്രമാത്രം നന്ദി പറയണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ തലമുറയ്ക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? കാരണം ആ തലമുറ എന്ന് പറയുന്നത് ഇതേപോലെ ഹീറോയിസവും വർഷിപ്പുമായിട്ട് നടന്നൊരു തലമുറയാണ്. അത് മാറിയിട്ട് ജെൻസി ഒരു കാര്യം ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തു. അതായത് മോദി എന്ന് പറയുന്നൊരു ബിംബമാണ്, അമിത്ഷാ എന്ന് പറയുന്നൊരു ബിംബമാണ്, നമ്മൾ വർഷിപ്പ് നടത്തുന്ന BJP ലീഡേഴ്സ് അല്ലെങ്കിൽ RSSൻ്റെ ഇവരൊക്കെ ബിംബമാണ്. ഇവരെ ഉടച്ച് കൈ കൊടുത്തു. അതായത് വരി ഉടച്ച് കൈ കൊടുക്കുക എന്ന് പറയത്തില്ലേ നായ്ക്കളുടെ, ഇതിൻ്റെ വരി അങ്ങ് ഉടച്ചു. അതാണ് ആ പ്രൊട്ടസ്റ്റിൻ്റെ വേദിയിൽ അവസാനം അത് ഞാൻ കാണാൻ പോയി. അത് കാണാൻ പോയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വാചകം എഴുതി. അതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വെസ്റ്റേൺ കോർട്ടിൻ്റെ സൈഡിൽ വരുന്നു. അവിടെ നിന്ന് ചായ കുടിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ കാണാൻ വേണ്ടി പോയത്. ബേസിക്കലി പ്രൊട്ടസ്റ്റ് കാണാൻ പോയത് എങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻ, ഈ ചെറുപ്പക്കാരെന്താണ് ഈ പറയുന്നത്, എന്തുകൊണ്ടാണ്, ഇനി അവരുടെ നെക്സ്റ്റ് മൂവ് എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടൊരു സംഭവമുണ്ട്. ഈ വീഡിയോ യു ക്യാൻ സീ ദ വീഡിയോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന്. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് എന്തുവാ? തേരി ബാർ ആകെയ, അതായത് മോദിയുടെ സമയം അടുത്ത് വന്നു. ഇതാണ് ഉണ്ടായത്. അതായത് വീണ്ടും ഞാൻ പറഞ്ഞു. അപ്പം ഞാനത് കണ്ട് ഇതെല്ലാം ഒത്തിരി പിള്ളേരോട് സംസാരിച്ചു. പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കുട്ടികളോട് സംസാരിച്ചു. പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നും വന്ന ചെറുപ്പക്കാരനോട് സംസാരിച്ചു. ജർമ്മനിയിൽ നിന്നും വന്ന ചെറുപ്പക്കാരനോട് സംസാരിച്ചു. ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റിന് വന്നവരോട് സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ചായ കുടിക്കാതിരുന്നപ്പോൾ ഞാൻ എഴുതി. അതായത് ഇവിടെ നിന്ന് ഞാൻ ചായ കുടിക്കുന്നു ഈ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ ശേഷം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ശേഷം. ഇതേപോലെ ഇതേ സ്ഥലത്ത് വെസ്റ്റേൺ കോർട്ടിലിരുന്ന് ഞാൻ ചായ കുടിക്കും. മോദിയെ ഇതേപോലെ ഇറക്കി വിടും, അല്ലെങ്കിൽ പിടിച്ചിറക്കി വിടും. കാരണം ആ ഒരു രീതിയിലേക്ക് മൂഡ് ഓഫ് ദി നേഷൻ, ഇന്ത്യയുടെ മൂഡ് മാറി. കംപ്ലീറ്റ് ആൻറ്റി മോദിയായി, കംപ്ലീറ്റ് ആൻറ്റി BJP ആയി, കംപ്ലീറ്റ് ആൻറ്റി RSS ആയി. അതായത് ആ രീതിയിൽ ജെൻസി ഇതങ്ങ് മാറ്റി. ഇതാണ് ഉണ്ടായത്. ഇപ്പം ചില ആൾക്കാർ, ചില മീഡിയ ഒക്കെ പറയുന്നു അടുത്തത് നിതിൻ ഗഡ്കരി ആയിരിക്കും E20 പെട്രോളുമായി ബന്ധപ്പെട്ട. ചിലർ പറയുന്നു അമിത്ഷായാണെന്ന്. പക്ഷേ എൻ്റെ ഒരു നിഗമനം, അതായത് ഈ പ്രൊട്ടസ്റ്റോട് സംസാരിക്കും, പല ആൾക്കാരും പലതും പറയും, പല ആൾക്കാരും ഇങ്ങനെ പോസ്റ്ററൊക്കെ വെക്കും. പക്ഷേ അടുത്തത്
ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില RSS നേതാക്കളൊക്കെ പറഞ്ഞു അവർ അതിൻ്റെ ചാർജ് ആയിരുന്നെങ്കിൽ ഇവരെ മുഴുവനും വെടിവെക്കും, കൊല്ലുമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വേറെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം BJPയുടെ ഒരു നേതാവ് പറഞ്ഞു, ഞങ്ങൾ BMSകാരുണ്ട്, ഞങ്ങൾ BJPക്കാരുണ്ട്, ഞങ്ങൾ RSSകാരുണ്ട്, ഞങ്ങൾ ABPക്കാരുണ്ട്, ഞങ്ങളങ്ങോട്ട് മാർച്ച് നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആ മരമുണയ്ക്കും ഇന്ത്യ എന്തുവെന്ന് അറിയത്തില്ല. ഇന്ത്യയിൽ 1% ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഈ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇന്ത്യ ഭരിക്കുന്നത്, അപ്പം ഇന്ത്യ ഭരിക്കുക എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷത്തോടൊന്നുമല്ല, 1/3 ഉള്ളൂ. ഇന്ന് 2/3 പ്രതിപക്ഷമാണ്. അതായത് മോദിയെ പ്രധാനമന്ത്രി ആക്കണ്ട എന്ന് വിചാരിക്കുന്നവരാണ് 2/3 ഭാഗവും. അപ്പം ഇതൊക്കെ ചുമ്മാ അത് ബ്ലണ്ടർ അടിക്കുന്ന. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രൊട്ടസ്റ്റോടുകൂടി എനിക്കൊരു കാര്യം പിടികിട്ടി. അതായത് മോദിയുടെ ദിനങ്ങൾ അന്ത്യനാളുകളിലോട്ട് പോവുകയാണ്. കൃത്യമായിട്ടൊക്കെ പറയാം. ഈ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. കാരണം ആ രീതിയിലോട്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാരങ്ങ് മാറി. ആദ്യം രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി എന്തായിരിക്കും ഈ CJP ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്നത്. അത് ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ച് അവരിപ്പോഴൊരു പൊളിറ്റിക്കൽ പാർട്ടിയൊന്നും ഫോം ചെയ്യുന്നില്ല. അത് ആം ആദ്മി കാണിച്ച പോലെ മണ്ടത്തിലൊന്നും അവർ കാണിക്കുന്നില്ല. ഈ നേതാക്കൾ ഇന്ത്യയുടെ ക്യാമ്പസുകൾ മുഴുവനും വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയുടെ സിറ്റികൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയുടെ ചെറുപ്പക്കാരെ ഓരോ നഗരങ്ങളിലും പോയി കാണാൻ പോവുകയാണ്. കാരണം അവർ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് മോദിക്കെതിരെയും BJPക്കെതിരെ യൂണിറ്റുകൾ ഇന്ത്യ മുഴുവനും ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് അവരുടെ രണ്ടാമത്തെ പ്ലാൻ. അത് കത്തി ഇങ്ങ് വരും. ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന പോലെ അത് സിമ്പിൾ ആയിരിക്കുകയില്ല, അത് ഹമ്പിളുമായിരിക്കുകയില്ല. അതിനൊരു ഭാവം ഉണ്ടായിരുന്നു. അതാണ് ജെൻസിയുടെ രണ്ടാമത്തെ പ്ലാൻ. CJP എന്ന് പറയുന്ന പാർട്ടി, അതായത് പൊളിറ്റിക്കൽ ഒരു ഫോറം, സോഷ്യൽ മീഡിയ ഫോറം, മോദിയെയും കൊണ്ടേ പോകൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവർ BJPയെ നശിപ്പിക്കും. ഇന്ത്യയിലെ ഹിന്ദുത്വം നശിപ്പിക്കും. ഇന്ത്യയിലെ RSSന്റെ വെടിതീർത്ത് കൈ കൊടുക്കും. എഴുതി വെച്ചോ. അതിന് കാരണം, വലിയ റീസണുണ്ട്. അപ്പോൾ CJPയുടെ ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ചില പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ പല കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, മറ്റ് പല പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയുണ്ട്. ഇവർ വഖഫിന് വേണ്ടി സമരം നടത്തും, ഇവർ CIA അതിനു വേണ്ടി സമരം നടത്തും. ഇതെല്ലാം ഓരോ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് തന്നെ. ഇവിടുത്തെ ജനറൽ ഇന്ത്യക്കാരന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. ചില ആൾക്കാർ റിസർവേഷന് വേണ്ടി സമരം നടത്തും, ചില ആൾക്കാർ റിസർവേഷന് വേണ്ടിയും റിസർവേഷനെ എതിർത്തും സമരം നടത്തും. പക്ഷേ ഇന്ത്യയുടെ ജനറൽ ആവശ്യം എന്തുവാ? ഇന്ത്യയുടെ ജനറൽ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമാണ്. ഇന്ത്യയുടെ ഭൂരിപക്ഷമായ ചെറുപ്പക്കാരുടെ ആവശ്യമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. നീറ്റ് ഒരു ഇഷ്യൂ ആയിട്ട് കയറി വന്നു. അതും എന്താണ് നീറ്റിൽ സംഭവിച്ചത് അതിനെപ്പറ്റി പിന്നീട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. കാരണം ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചു, അതിൻ്റെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് മോദി നന്ദൻ നിലയ്ക്കേനി ഉൾപ്പെടെ ആൾക്കാരെ വെച്ച് എക്സാമിനേഷൻ നീറ്റും സ്ട്രിക്റ്റായിട്ട് ലോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്താ? അതിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, BJPക്കാരെ RSSകാരെ മാറ്റി. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ നശിപ്പിച്ചത് ഈ BJPയും RSSും ആണ്. ഈ മോദി വന്ന ശേഷം മോദിയുടെ സ്വന്തം ആളായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ, RSSൻ്റെ സ്വന്തം ആളായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അവർ പറഞ്ഞ പോലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അതിനകത്ത് പ്രവർത്തിച്ചത്. കാരണം നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റുക എന്നുള്ളത് ഈ RSSൻ്റെ BJPയുടെ അജണ്ടയുടെ ഭാഗമാണ്. അതിനുവേണ്ടി അതിനെ നശിപ്പിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത് കൊണ്ടുവന്ന് ഈ ആൾക്കാരെ മുഴുവനും എടുത്തു. കൺസൾട്ടൻ്റായിട്ടും മറ്റേ ടെമ്പററി ആയിട്ടും ആൾക്കാരെ എടുത്തു, അവരെ വെച്ച് പണിതു. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അല്ലാതെ
ഈ ധർമ്മേന്ദ്ര പ്രധാൻ BJPക്ക് പുറത്ത് RSS അങ്ങനൊന്നുമില്ല. RSSും BJPയും മാക്സിമം ശ്രമിച്ചു, മോദിയും മാക്സിമം ശ്രമിച്ചു ഈ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ശരിക്കും അകത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു തന്നെ അറിഞ്ഞത്, മാക്സിമം നോക്കി അവർ. പക്ഷേ CJP അൾട്ടിമേറ്റം കൊടുത്തു. അതായത് അൾട്ടിമേറ്റം 72 മണിക്കൂർ സമയം കൊടുത്തു. 72 മണിക്കൂറിനുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല എങ്കിൽ സമരം അവരെ ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു സൂചനയായിരുന്നു ബീഹാറിൽ നടന്നത്. അതിനകത്ത് പോലീസുകാരൻ AK-47 ഉപയോഗിച്ചു. അപ്പം അവനെ ഇന്ന് ആ പോലീസുകാരൻ ഇന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പെലറ്റ് ഗൺ. നിങ്ങൾ ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് പിക്ചർ അതിന് ശേഷം മാറിയത്. ഇന്ന് സുപ്രീം കോർട്ട് ആദ്യം എടുത്ത സംഭവം എന്തുവാ? പോലീസിനെ എക്സസ് ആയിട്ട് ഇവിടെ ഡൽഹിയിൽ ഉപയോഗിച്ചു, പെലറ്റ് ഗൺ യൂസ് ചെയ്തു. വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഇതേപോലെ സമരം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സ്പേസ് കൊടുത്തില്ല. എന്താണ് കാരണം? ഈ പറയുന്ന സൂര്യകാന്തിൻ്റെ ബെഞ്ച് തന്നെ എടുത്തു. കാര്യം എന്താ? അതേ മൗണ്ടിങ് പ്രഷറായി. അതാ പറഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്നത് RSSും BJP ഉദ്ദേശിക്കുന്ന ബനാന റിപ്പബ്ലിക് അല്ല. അതാണ് പറഞ്ഞ മോദിയുടെ RSSൻ്റെ ഇന്ത്യ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് നിൽക്കുന്ന ജനാധിപത്യ ഇന്ത്യ, ഓരോ ഇന്ത്യക്കാരൻ്റെ ഇന്ത്യയാണ്. അതുപോലെ ജെൻസിയെ പറ്റി നിങ്ങൾ ആദ്യം അറിയണം. അത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കീ പോയിൻ്റാണ്. ഇപ്പോഴതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചത്. ജെൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജനറേഷന് അവർക്കൊന്നാമത് ജാതിയില്ല. മനസ്സിലാക്കുക, അവർക്ക് ജാതി, അവർക്ക് മതമുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അവർ മതപരമായിട്ട് വലിയൊരു ശതമാനവും പോകുന്നില്ല. അവർക്ക് റീജിയൻ ഇല്ല. അതായത് ഞാൻ ആദ്യമൊക്കെ ഡൽഹി വന്ന സമയത്ത് ഇവിടെ സ്ഥിരം പറയുന്ന സംഭവമാണ്, സൗത്ത് ഇന്ത്യനായ നമ്മളെയും തമിഴന്മാരെയും ആന്ധ്രാക്കാരെയും കർണാടകക്കാരെയും മദ്രാസികൾ എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ജെൻസി അത് പറയത്തില്ല. കാരണം അവർക്കറിയാം റീജിയൻ ഇല്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. അതിന് അവർക്ക് പിന്നെ കോണ്ടിനെൻ്റ് ഇല്ല. അതായത് ഇന്ത്യ എന്ന് മാറി മറ്റൊരു അതും അവർക്കില്ല. അവരുദ്ദേശിക്കുന്നത് ഗ്ലോബൽ സിറ്റിസൺ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് 76 വയസ്സുള്ള മോദിക്കും 56 വയസ്സുള്ള രാഹുൽ ഗാന്ധിക്കും മനസ്സിലാകാതെ പോകുന്നത്. അവർക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റുകാർ, ഈ ചെറിയ ചിങ്കികളെന്നാണ് ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻസ് അവരെ വിളിക്കുന്നത്. ഇപ്പോഴത്തെ ജെൻസി അവരെ വാക്കുപയോഗിക്കത്തില്ല. അതേപോലെ ഈ പറയുന്ന ഇന്ത്യക്കാർ എപ്പോഴും ഈ ആഫ്രിക്കൻസിൻ്റെ നീഗ്രോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ജെൻസികൾ ആ വാക്ക് ഉപയോഗിക്കത്തില്ല, അവർ ആഫ്രിക്കൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് ആ വ്യത്യാസം. അവർക്കിപ്പോൾ കല്യാണം കഴിക്കുന്ന ഇന്ന റീജിയൻ ഒന്നുമില്ല. പെൺകുട്ടികളുടെ കാര്യമാണ്. അവൻ മനുഷ്യനായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും മനോരമ ചാനലിൻ്റെ അകത്തൊരു ക്ലിപ്പ്, വയനാട്ടിൽ നിന്ന് ഒരു പേക്കൂത്ത് പിടിച്ചെന്ന് മദ്രസ ഇഡിയറ്റ് ആയാലോ അതിനകത്ത് പറഞ്ഞു, ഖുറാനി പറഞ്ഞു, കോപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ പോലെയുള്ള ചില കക്ഷികൾ കാണും. ആദ്യം ചെയ്യേണ്ട അവൻ്റെ പെട്ടയ്ക്ക് 2 അടി കൊടുത്തിട്ട് അവനെ മെൻ്റൽ ആശുപത്രി കൊണ്ടിടുക. ഇപ്പം ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കുണ്ട്. എന്നാൽ തന്നെയും ജെൻസി എന്ന് പറയുന്നത് മനസ്സിലാക്കുക, അവർക്ക് റീജിയൻ ഇല്ല, മതമില്ല, ജാതിയില്ല, കോണ്ടിനെൻ്റ് ഇല്ല, കറുപ്പില്ല, വെളുപ്പില്ല, അവൻ കഷണ്ടിയാണ്, മുടിയില്ല, ആ സംഭവമില്ല. അതാണ് ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. അവർക്ക് പശുവില്ല, ചാണകമില്ല, അതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറഞ്ഞ സാധനം അവരുടെ അടുത്തുകൂടെ പോകുന്നില്ല. അവരിപ്പോൾ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദി അവർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവരെല്ലാം മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളാണ്. ഇപ്പം എൻ്റെ മകൾ തന്നെ ഏകദേശം 7ഓളം ഭാഷ അറിയാം, ജർമ്മൻ ഉൾപ്പെടെ. ജർമ്മൻ, ഫ്രഞ്ച് അറിയാം. 7ഓളം ഭാഷയാണ് പഠിച്ചിരിക്കുന്നത്. കാരണം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഇത് അഡീഷണലായിട്ട് പഠിപ്പിക്കും. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കും. കൊറിയൻ അറിയാം. അതാ പറഞ്ഞ അവർക്കപ്പോൾ ഇന്ന ഭാഷയൊന്നുമില്ല. അവിടെയാണ് ഞാൻ ഈ പറയുന്ന RSSും ഈ BJPയും സംഘപരിവാറിൻ്റെയും വെടിതീർത്ത് പോയത്. അവർക്ക് ഭാഷ ഒരു പ്രശ്നമൊന്നുമല്ല. അവരെല്ലാ ഭാഷയും പഠിച്ചോളും. അപ്പം ആ ബ്യൂട്ടിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അതിനിടയ്ക്ക് ഈ സംഭവം ഇന്ത്യയുടെ പൈതൃകം, ഈ 5000 വർഷം പൈതൃകമൊന്നും ഇവർ വിശ്വസിക്കുന്നൊന്നുമില്ല.
അവർക്കൊക്കെ അറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഉണ്ടായത്, എന്നുണ്ടായി. നമുക്ക് പൈതൃകം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്ലോബലായിട്ട് വളരണം. നമ്മൾ ഇവിടുത്തെ വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ അവർക്കറിയാം ഇവിടെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. അവർ യൂറോപ്പും അമേരിക്കയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ വേൾഡിൽ. ആ രാജ്യങ്ങൾ എങ്ങനെയാണ്, അവിടെ പോയിട്ടുള്ളവരുണ്ട്, അവർ വിസിറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പം ഇവിടുത്തെ ഈ മോദി പറയുന്ന തള്ളൊക്കെ കാണുമ്പോൾ അവർ ചിരിക്കുകയാണ്. ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ജൻസി, നിങ്ങൾ ലോകത്തിലെ മറ്റ് ജൻസികൾ വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിലെ ജൻസി എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഹൈലൈറ്റ് ചെയ്യാവുന്ന ജൻസികളാണ്. അതായത് അങ്ങനൊരു കൂട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് മോദി എന്ന് പറയുന്ന ഒരു ഹീറോയേ അല്ല. മോദി എന്ന് പറയുന്ന അവരുദ്ദേശിക്കുന്നത് കള്ളത്തരവും കപടതയും തള്ളും ടെലിപ്രോംപ്റ്ററിൽ കൂടെ പറയുന്ന ഒരു യൂസ്ലെസ് പ്രൈം മിനിസ്റ്റർ. ആ വാക്കാണ് അവർ ഉപയോഗിച്ചത്. പക്ഷെ മൻമോഹൻ സിംഗിന് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്. ഇവരെല്ലാം ജൻസി. പല കുട്ടികളും പറയുന്നത് മോദി 4ാം ക്ലാസ്സാണ്. ഒരു സ്കൂളിലെ എക്സാമിനേഷൻ എഴുതാത്ത, അല്ലെങ്കിൽ ഒരു കോളേജിലെ എക്സാമിനേഷൻ എഴുതാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നീറ്റ് എക്സാമിനേഷൻ പേപ്പർ ലീക്കിനെ പറ്റി അറിയാൻ സാധിക്കുന്നത്? എന്നോട് പല ജൻസി കുട്ടികളും ചോദിച്ച ചോദ്യമായത്. കറക്റ്റാണ്. സ്കൂൾ എക്സാമിനേഷൻ മോദി എഴുതിയിട്ടില്ല. 4ാം ക്ലാസ്സാണ്. 4ാം ക്ലാസ് വരെ എക്സാമിനേഷനൊന്നുമില്ല. ഈ പറയുന്ന പല BJP നേതാക്കന്മാരും ഈ പറയുന്ന മുഴുവനും പച്ചക്കള്ളവല്ലയോ. ഹനുമാൻ ആസ്ട്രോനട്ട്, നമ്മളാണ് ഒന്നാമത്. RSSൻ്റെ നേതാവ് പറയുന്ന മുഴുവനും വെടിയല്ലയോ. എന്ത് പൈതൃകമാണ് ഇന്ത്യക്കുള്ളത്? ഈ പറയുന്ന ജാതിയും വിഭിന്ന ജാതിയും താഴേക്കിടെ ബാക്ക്വേർഡ് ക്ലാസ്, അത് ഇത് ഡിസ്ക്രിമിനേഷൻ, മനുസ്മൃതി, സനാതനധർമ്മം, ഇത് ഒറ്റ പിള്ളേർ വിശ്വസിക്കുന്നില്ല സനാതനധർമ്മം. ഞാൻ സനാതനധർമ്മത്തെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ഈ ജൻസി പിള്ളേരോട് ചോദിച്ചപ്പോഴാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. ഈ സനാതനധർമ്മം ഏറ്റവും ഇന്ത്യയുടെ നാശമാണെന്ന് പറഞ്ഞു തന്നെ അവരാണ് കൂടുതൽ തെളിവ് വെച്ച്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചിന്താഗതി അല്ല ഇത്. ഈ കുട്ടികളുടെ അപ്പം എന്നെക്കാളും മെച്ചമായിട്ടും മോഡറേറ്റായിട്ടും അവർ ചിന്തിക്കുന്നു. അവർ മനുസ്മൃതി കത്തിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇപ്രാവശ്യത്തെ ജൻസി പ്രൊട്ടസ്റ്റിനകത്ത് മഹാത്മാഗാന്ധി അല്ലായിരുന്നു ഹൈലൈറ്റ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും ഫൈറ്റർ അംബേദ്കറിൻ്റെ ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ വന്നത്. കാരണം എന്തുവാ? കാരണം അദ്ദേഹം ആ ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ഈ പറയുന്ന സനാതനത്തിനെതിരെയും ഈ പറയുന്ന മനുസ്മൃതിക്കെതിരെയും സമരം ചെയ്തൊരു വ്യക്തിയാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. അതുകൊണ്ടാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. എന്നാൽ ഈ RSSും BJP ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ആര്? ഈ പറയുന്ന അംബേദ്കറിനെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അംബേദ്കർ ഫിലോസഫി ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ BJP RSSും തീർന്നു പോകും. അതതിൻ്റെ കാര്യം. അപ്പം ഈ സംഭവങ്ങളെല്ലാം വെച്ച് നിങ്ങൾ നോക്കുക. അതായത് ഇന്ത്യ എന്ന് പറയുന്ന അൺട്രസ്റ്റിലോട്ട് പോവുകയാണ്. ഈ സംഭവം ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് വേണേൽ പറയാം. ഡൽഹിയിലുണ്ടായത് അത് ഇന്ത്യയിൽ മുഴുവനും ക്യാമ്പസുകളിൽ പടരും. അതേപോലെ യുവാക്കളുടെ ഇടയ്ക്ക് പകരും. ഇന്ത്യയുടെ മുഴുവനും ഇത് വൈഡ് സ്പ്രെഡ് ആകും. മോദിയെ ഇറക്കും ഈ സാധനം. BJPയെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും. RSSൻ്റെ വെടി തീർക്കും. ആ BJP നേതാക്കൾക്കും RSSകാർക്കും അവരുടെ കൊടി വെച്ച് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ ഓഫീസുകളിൽ നിന്നും കൊടി മാറ്റുന്നു. ബീഹാറിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ ബീഹാറിൽ അധികാരത്തിൽ വന്നവരാണ്. 24 മണിക്കൂറും BJPയെ മാത്രം പൊക്കിപ്പറഞ്ഞ്, മോദിയെ പൊക്കിപ്പറഞ്ഞ് പത്രക്കാരെ ഓടിച്ചിട്ടടിക്കുന്നു. ഇതാണ് മാറ്റമെന്ന് പറയുന്നത്. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ആ മാറ്റം ഉണ്ടായി. ഇന്ത്യയിൽ തുടക്കം കുറിച്ചു ഡൽഹിയിൽ. അത് ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ഉണ്ടാകും. ഇതോടുകൂടിയല്ലേ മോദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് വരാൻ തുടങ്ങുകയാണ്. കാരണം സമയം അതൊക്കെ ഒത്തിരി ലേറ്റായിപ്പോയി. കാരണം അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂവിനെ ഒന്നും അഡ്രസ്സ് ചെയ്തില്ല. യഥാർത്ഥ മോദിയെ തുറന്നു കാട്ടി ഈ പറയുന്ന ജൻസി. എന്താണ് ഈ മോദി എന്നുള്ളത് തുറന്നങ്ങ് കാട്ടി. അതായത് അവിടെ ചെന്ന് ഈ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതേപോലെ ഞാൻ കണ്ടൊരു ബ്യൂട്ടി, ഈ സമയം ഞാൻ നേരത്തെ ആവർത്തിച്ചതാണ്,
ഇതിലേറ്റവും കൂടുതൽ പങ്കെടുത്തത് ഹിന്ദുക്കളാണ്. ആ വീടുകളിൽ നിന്നുകൊണ്ടുന്ന കുട്ടികളാണ്. അതേപോലെ ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ പങ്കെടുത്തു. അതിനെ മുസ്ലിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ക്രിസ്ത്യാനികളാണ്. പിന്നെ അവർ ഈ തൊപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഡൽഹിയിലുള്ള ക്രിസ്ത്യൻ പിള്ളേർ ശരിക്കും പങ്കെടുത്തു. കാത്തലിക്സ് അച്ഛന്മാർ പ്രകടനം നടത്തി. അതാണ് പറയുന്നത്, ഇന്ത്യയിൽ ജാതിയും മതവും ഇത് നിങ്ങൾ തെറ്റിപ്പിക്കാൻ നോക്കരുത് ഇനിയും. അത് നിങ്ങൾക്ക് കിട്ടിയ താക്കീത് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അവരുടെ മുമ്പിലുള്ള സംഭവം ഈ പറയുന്ന BJPയും RSSനെതിരെയായിട്ട് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, മോദിയുടെ നാളുകൾ മാത്രമല്ല, RSSൻ്റെ നാളുകളും കഴിയാറായി. 100 വർഷം പിന്നിട്ട RSSൻ്റെ വെടിതീരാൻ പോവുകയാണ്. അതാണ് ജെൻസിയുടെ അടുത്ത പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു.